ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചനയെ ചികിത്സയ്ക്ക് വിധേയാക്കുന്നതിനെ കുറിച്ച് സന്ധ്യ ഡോക്ടറും സച്ചിയും പറഞ്ഞ കാര്യങ്ങൾ ദയാനന്ദ മാഷും കമലെടുത്തിക്കും മനസ്സിലാകുന്നു. കമലെടുത്തി സച്ചിയുടെ മുന്നിൽ തൊഴുകൈകളോടെ സച്ചിയോട് പറഞ്ഞു, സച്ചി മോനും ഞങ്ങളുടെ മകനാണ്. ഞങ്ങളുടെ മോൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാകുന്നതിന് വേണ്ടി ഇങ്ങനെയൊരു ത്യാഗം ചെയ്യാൻ മോൻ തയ്യാറായതിൽ ഒത്തിരി നന്ദിയുണ്ട്. എന്തായാലും നിങ്ങളുടെ ആഗ്രഹം സഫലമാകും. തീർച്ചയായിട്ടും ദൈവം നിങ്ങളുടെ ഈ ആഗ്രഹം പൂർത്തിയാക്കി തരും എന്ന് കമലെടുത്തി കൈകൂപ്പിക്കൊണ്ട് സച്ചിയോട് പറയുന്നത് കേട്ട് സച്ചി പറഞ്ഞു, അതെ, എന്തായാലും അർച്ചനയ്ക്ക് വേണ്ടി വഴിപാടുകൾ ഏറെയും ഞങ്ങൾ നടത്തുന്നുണ്ട്. മോൾക്ക് ഇങ്ങനൊരു ഭാഗ്യം കിട്ടുന്നതിന് വേണ്ടി ചെയ്യാവുന്ന വഴിപാടുകളൊക്കെ ക്ഷേത്രങ്ങളൊക്കെ കയറി ഇറങ്ങി ഞങ്ങൾ നടത്തുകയാണെന്ന ദയാനന്ദ മാഷിന്റെ വാക്കുകൾ കേട്ടപ്പോ സന്ധ്യ ഡോക്ടർ പറഞ്ഞു, അതെ, ഇനിയും താൻ പാതി ദൈവം പാതി എന്നാണല്ലോ പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ അർച്ചനയ്ക്ക് വേണ്ട വൈദ്യശാസ്ത്രത്തിൻ്റെതായ എല്ലാ രീതിയിലുള്ള നീക്കങ്ങളും ഞങ്ങൾ നടത്തും. അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ പ്രീതി നേടിയെടുക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ നിങ്ങളും ചെയ്യണം. ഏതൊക്കെ വഴിപാടുകൾ എവിടെ പോയി ചെയ്യണമെന്ന് വെച്ചാലും അതെല്ലാം ചെയ്യണം. അങ്ങനെ തീർച്ചയായിട്ടും ഈ ഒരു ആഗ്രഹം സഫലമാക്കാൻ നമുക്ക് കഴിയും. നിങ്ങളുടെ പ്രാർത്ഥന ദൈവത്തിന് കേൾക്കാതിരിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ഒടുവിൽ സച്ചിക്കും അർച്ചനയ്ക്കും കുഞ്ഞുങ്ങൾ ജനിക്കും, അത് തീർച്ചയാണ് എന്ന് സന്ധ്യ ഡോക്ടർ പറഞ്ഞത് കേട്ട് ദയാനന്ദ മാഷും കമലെടുത്തിയും പറഞ്ഞു, എന്റെ മോൾക്ക് അങ്ങനെ ഒരു സൗഭാഗ്യം കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ സങ്കടങ്ങളെല്ലാം തീരും. ഇത് മാത്രമാണ് ഞങ്ങളുടെ തീരാ ദുഃഖം. ഈ തീരാ ദുഃഖം ഇല്ലാതായാൽ പിന്നെ ഞങ്ങളുടെ ജീവിതം സഫലമായി. അതുകൊണ്ട് എന്റെ മോൾക്ക് അങ്ങനെ ഒരു സൗഭാഗ്യം കിട്ടുന്നതിന് വേണ്ടി എന്ത് ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ് എന്ന ദയാനന്ദ മാഷിന്റെയും കമലെടുത്തിയുടെയും മനസ്സ് നിറഞ്ഞുള്ള വാക്കുകൾ കേട്ട് സച്ചി പറഞ്ഞു, ഇത് മാത്രം മതി, അച്ഛൻ്റെയും അമ്മയുടെയും ഈ ഒരു പ്രാർത്ഥന മാത്രം മതി. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകും എന്ന് സച്ചി അവരുടെ അച്ഛനമ്മമാരോട് അറിയിച്ചു. അങ്ങനെ കമലെടുത്തിയോടും ദയാനന്ദ മാഷിനോടും സച്ചി പറഞ്ഞു, ഞങ്ങളുടെ പ്രാർത്ഥന ഈശ്വരനെ കേൾക്കാതിരിക്കാനാവില്ല. കാരണം ഞങ്ങളുടെ ആവശ്യം ന്യായമാണ് എന്ന് സച്ചി അറിയിച്ചു. അതിനുശേഷം നെല്ലിശ്ശേരിയിലെ ഔട്ട് ഹൗസിലേക്ക് സ്നേഹ വന്നെത്തുന്നു. സ്നേഹ നേരെ ആ റൂമിൽ എല്ലായിടത്തും ധനുഷിനെ നോക്കിയിട്ട് കാണാത്തത് കൊണ്ട് വാഷ്റൂമിനരികിലേക്ക് ചെന്നു. അപ്പോഴേക്കും വാഷ്റൂമിൽ നിന്നിറങ്ങി വന്ന ധനുഷ്, ഇതാരാ വന്നത് എന്ന് ചോദിച്ച്, അല്ല, എന്താ ഭൗതി ഇങ്ങോട്ട് വന്നത്? ഒരു വിളി പോലും ഇല്ലാതെ എന്താ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചപ്പോ ധനുഷിനോട് സ്നേഹ പറഞ്ഞു, അതെന്താ, എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളെ കാണാൻ എനിക്ക് വന്നൂടെ? അതെ, അവിടെ അച്ഛൻ പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അവിടെ ഇയാളെ അന്വേഷിക്കുന്നുണ്ട്, അങ്ങോട്ട് വരാൻ അച്ഛൻ പറഞ്ഞു എന്ന് പറഞ്ഞതും സ്നേഹയോട് ധനുഷ് ചോദിച്ചു, അല്ല, എന്തിനാ എന്നോട് അങ്ങോട്ട് വരാൻ പറഞ്ഞത്? അതറിയാവല്ലോ, സത്യമാണോ? അല്ല, സേതു സാറ് എന്നോട് വരാൻ പറഞ്ഞതിന്റെ കാരണം എന്താണ് എന്നാ ധനുഷിന്റെ ചോദ്യം കേട്ട് സ്നേഹ പറഞ്ഞു, അതെ, വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ അച്ഛനെ ഇങ്ങനെ സാറെന്നാണോ വിളിക്കുന്നത്? ആ വിളിയൊക്കെ മാറ്റി പിടിച്ചു തുടങ്ങിക്കോ. ഒന്നെങ്കിൽ അച്ഛാന്നോ അല്ലെങ്കിൽ അങ്കിളേന്നോ വിളിച്ചു ശീലിച്ചോ, അതാ നല്ലത് എന്ന് സ്നേഹ പറയുമ്പോ ധനുഷ് അരികിലേക്ക് ചേർന്ന് നിന്ന് സ്നേഹയോട് ചോദിച്ചു, അല്ല, എന്തിനാ എന്നോട് വരാൻ പറഞ്ഞത്? എന്താ കാര്യം? അതൊന്ന് പറ എന്ന് പറഞ്ഞപ്പോ സ്നേഹ പറഞ്ഞു, എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് സ്നേഹ പോകാനായി ഒരുങ്ങുമ്പോ വീണ്ടും സ്നേഹയുടെ അടുത്തേക്ക് ധനുഷ് ചേർന്ന് വന്നിട്ട് സ്നേഹയെ പിടിച്ചു നിർത്താനായി ശ്രമിച്ചു. നിന്നേ, കാര്യം പറഞ്ഞേ എന്ന് പറഞ്ഞപ്പോ സ്നേഹ ധനുഷിനോട് മറുപടി പറയാൻ നിൽക്കാതെ വേഗം ആ ഔട്ട് ഹൗസിൽ നിന്ന് ഓടി പുറത്തേക്ക് വന്ന് അവിടെ നിന്ന് ഓടിപ്പോകുന്ന കാഴ്ച കണ്ട് പിന്നാലെ ധനുഷ് അവിടെ നിൽക്ക എന്ന് പറഞ്ഞ് സ്നേഹയെ പിടിക്കാനായി ഓടിയെത്തി. അപ്പോഴാണ് സ്നേഹ അവിടുന്ന് ഓടിപ്പോകുമ്പോ ആ കാഴ്ച കണ്ടുകൊണ്ട് അവിടേക്ക് അവന്തിക വന്നെത്തിയത്. സ്നേഹയുടെ പിന്നാലെ കളിയും ചിരിയുമായി ഓടിയെത്തുന്ന ധനുഷിനെ കണ്ടതും അവന്തിക തന്റെ മുന്നിൽ വന്ന കാഴ്ച കണ്ട് നിൽക്കുന്നത് കണ്ടതോടെ ധനുഷ് അവന്തികയുടെ മുന്നിൽ ആകെ ഞെട്ടിത്തെറിച്ചങ്ങനെ നിന്നു. ഉടനെ അവന്തിക ധനുഷിനെ നോക്കി പറഞ്ഞു, അതെ, നിന്റെ ഈ കളിയൊക്കെ അവസാനിപ്പിച്ചു. എന്തായാലും ഇവിടെയുള്ള എല്ലാവരും, നന്ദേട്ടൻ ഉൾപ്പെടെ ഈ വീട്ടിലുള്ള എല്ലാവരും നിങ്ങളുടെ വിവാഹത്തിനായുള്ള തയ്യാറെടുപ്പിലാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടേക്ക് വന്നത് എന്തിനാണെന്നും എന്ത് ലക്ഷ്യമാണ് നമ്മുടേതെന്നും നീ മറക്കരുത്. അക്കാരണത്താൽ ഉടനെ തന്നെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. ഞാൻ എത്രയും വേഗം ഇവിടെ നിന്ന് പോവുക. നിന്നെ ഇവിടേക്ക് ഞാൻ വിളിച്ചു വരുത്തിയതും ഇവിടെ താമസിപ്പിച്ചതും എന്തിനാണെന്ന് നിനക്ക് ഓർമ്മയുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇനിയും നീ ഇവിടെ തുടർന്നു പോയാൽ അത് ശരിയാവുകയില്ല.
നിന്നേക്കാളേറെ അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എനിക്കാണ്. അതുകൊണ്ട് എത്രയും വേഗം ഇവിടെ നിന്ന് നീ പോകണം. ഇനിയുള്ള നീക്കങ്ങളൊക്കെ ഇനി നീ പുറത്തു നിന്ന് ചെയ്താൽ മതി. എങ്ങോട്ടാണ്, എപ്പോഴാണ്, ഏത് സ്ഥലത്തേക്കാണ് പോകേണ്ടതെന്ന് ഞാൻ ഇന്ന് വൈകിട്ട് പറയാം. നീ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക തിരിഞ്ഞു നടക്കുമ്പോ ധനുഷ് പറഞ്ഞു, ഇല്ല, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. അത് കേട്ടതും അവന്തിക പിന്തിരിഞ്ഞ് ധനുഷിനെ നോക്കി. ഉടനെ അവന്തിക ദേഷ്യത്തോടെ ധനുഷിനെ നോക്കിയിട്ട് ചോദിച്ചു, നീ പിന്നെ എന്തിനാ ഇവിടേക്ക് വന്നതെന്ന് നിനക്കറിയാവല്ലോ. നീ പിന്നെ പോകുന്നില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണ്? നിന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് ഞാനാണെങ്കിൽ നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാനും എനിക്കറിയാം. ഞാൻ പറഞ്ഞപ്പോ നീ ഇവിടെ വന്നെങ്കിൽ ഞാൻ പറയുമ്പോൾ നീ ഇവിടെ നിന്ന് പോവുകയും വേണം എന്ന് അവന്തിക പറയുമ്പോ ധനുഷ് ചോദിച്ചു, അത് ശരി, അങ്ങനെയാണെങ്കിൽ നീ ഇപ്പൊ പറയുന്നത് ഞാൻ നിന്റെ ജോലിക്കാരൻ എന്ന നിലയിലാണോ അതോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നവൻ എന്ന നിലയിലാണോ? ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നവൻ എന്ന നിലയിലാണ് നീ പറയുന്നതെങ്കിൽ എന്റെ മനസ്സുകൂടി തിരിച്ചറിയാൻ നീ തയ്യാറാവണം. അതല്ല, ഇനി നിന്റെ ജോലിക്കാരനാണ് എന്ന നിലയിലാണ് നീ എന്നെ കാണുന്നതെങ്കിൽ ശരി, നീ പറയുന്നത് അനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. എന്തായാലും നീ എന്റെ തീരുമാനങ്ങൾ കൂടി ഒന്ന് മനസ്സിലാക്കണം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന രീതിയിലാണ് നീ എന്നെ കാണുന്നതെങ്കിൽ, നിന്നെ സ്നേഹിക്കുന്നവൻ എന്ന നിലയിലാണ് എന്നോട് നീ സംസാരിക്കുന്നതെങ്കിൽ ദാ ഞാൻ പറയുന്നത് നീ കേൾക്കൂ. സ്നേഹയുമായിട്ടുള്ള എന്റെ വിവാഹം അത് നടക്കും. ഞാൻ സ്നേഹയെ വിവാഹം കഴിക്കും. ആ വാക്കുകൾ കേട്ടതും ഞെട്ടലോടെ അവന്തിക ധനുഷിനെ നോക്കി. അപ്പോഴേക്കും ധനുഷ് അവന്തികയോട് പറഞ്ഞു, ഞാൻ സ്നേഹയെ വിവാഹം കഴിക്കും എന്നത് സത്യമാണ്. പക്ഷെ ഇവിടെ ജീവിക്കുന്നത് ഞാനും നീയും ഒരുമിച്ചായിരിക്കും. അത് കേട്ടതും അവന്തിക സംശയത്തോടെ ധനുഷിനെ നോക്കുമ്പോ ധനുഷ് പറഞ്ഞു, ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? നീ പറഞ്ഞതുപോലെ തന്നെയുള്ള അതേ ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് ഞാൻ നടന്നു നീങ്ങുന്നത്. ഞാൻ നിന്നോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഈ കണ്ട സ്വത്തിന്റെ ഒരു തരി മണ്ണോ പൊന്നോ പുറത്തു പോകാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞത്. അതായത് നീ പറഞ്ഞതുപോലെ ഞാൻ സ്നേഹയെ വിവാഹം കഴിച്ചതിന് ശേഷം നീ പറയുന്ന ദിവസം, നീ പറയുന്ന സമയത്ത്, നീ പറയുമ്പോ ഈ വീട്ടിലുള്ള എല്ലാവരെയും നമ്മൾ രണ്ടുപേരും ചേർന്ന് ഇല്ലാതാക്കും. അങ്ങനെ ഒരു നിമിഷമാണ് ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടിയിരിക്കുന്നത്. സ്നേഹയെ വിവാഹം കഴിച്ചതിന് ശേഷമുള്ള എല്ലാ കാര്യങ്ങളും ഒരു കൃത്യമായി തന്നെ അതിനെക്കുറിച്ചുള്ള എല്ലാ ചിത്രവും എന്റെ മനസ്സിലുണ്ട്. അത് നീ ഒന്ന് മനസ്സിലാക്കാൻ തയ്യാറാകണം. ഞാൻ പറയുന്നത് നീ ഒന്ന് വിശ്വസിക്കണം. വേറൊന്നും കൊണ്ടല്ല, നിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി തന്നെയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. അങ്ങനെ സ്നേഹയുടെ എന്റെയും വിവാഹത്തിന് ശേഷം ഞാൻ ഈ വീട്ടിലെ ഒരു നല്ലവൻ എന്ന രീതിയിൽ എല്ലാവരുടെയും മുന്നിൽ വളരെ സ്നേഹത്തോടെയും നല്ലവനെന്നുള്ള പ്രതിച്ഛായയിൽ ഇവിടെ നിൽക്കുമ്പോൾ പിന്നീട് ആ പ്രതിച്ഛായ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇവിടെയുള്ളവരെ എല്ലാവരെയും ഇല്ലാതാക്കാം. അവസാനം ഈ നെല്ലിശ്ശേരി വീട്ടിൽ അവശേഷിക്കാൻ പോകുന്നത് നെല്ലിശ്ശേരിയിൽ സേതുമാധവന്റെ മൂത്ത മകനായ നന്ദന്റെ ഭാര്യ അവന്തികയും സേതുമാധവന്റെ ഇളയ മകളായ സ്നേഹയുടെ ഭർത്താവായ ധനുഷും മാത്രമായിരിക്കും. പിന്നീട് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഈ വീട്ടിൽ കഴിയും, ഇവിടെ സുഖമായി ജീവിക്കും. അതാണ് എന്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കുള്ള ഓരോ ചവിട്ടുപടിയുമാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ സാധാ സ്ത്രീകളെ പോലെ, പെണ്ണുങ്ങളെ പോലെ വെറുതെ സംശയരോഗവുമായി നീ എന്റെ അരികിലേക്ക് ഇങ്ങനെ വരാതിരുന്നാൽ മാത്രം മതി. പിന്നെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ഈ ജന്മത്ത് ഞാൻ സ്നേഹിച്ചത്, ഈ ധനുഷ് സ്നേഹിച്ചത് ഒരേ ഒരു പെണ്ണിനെ മാത്രമാണ്. അത് ഈ നിൽക്കുന്ന അവന്തികയാണ്. ഈ ധനുഷിന്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് മാത്രമേ ഉള്ളൂ, അത് നീയാണ്. ഇങ്ങനെയൊക്കെ ഞാൻ പറയുമ്പോഴും നീ ഒരു കാര്യം മനസ്സിലാക്കണം. രാത്രിയിൽ ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞ് നീ ഒരു മെസ്സേജ് അയച്ച് എന്നോട് പറഞ്ഞിട്ട് പോകുന്ന നിമിഷം എനിക്കുണ്ടാകുന്ന വേദന എത്രത്തോളമാണെന്ന് നിനക്കറിയാമോ? എനിക്കൊരു ഗുഡ് നൈറ്റ് തന്നിട്ട് ഒരിക്കലും നീ ഇഷ്ടപ്പെടാത്ത ഒരാളോടൊപ്പം ബെഡ് ഷെയർ ചെയ്യുന്ന ആ ഒരു നിമിഷത്തെക്കുറിച്ച് ഓർത്ത് ഞാൻ എത്രത്തോളം വേദനിക്കുന്നുണ്ടെന്നും അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ഒരു വാക്ക് പോലും ഒരു സംശയത്തോടെ പറയുകയോ നിന്നോട് ചോദിക്കുകയോ ഞാൻ ചെയ്തിട്ടുണ്ടോ? എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് ഞാൻ നിന്നോട് സംസാരിച്ചിട്ടുണ്ടോ? നീ ഒന്ന് ആലോചിച്ച് നോക്ക് എന്ന് പറഞ്ഞപ്പോ അവന്തിക്ക് ആകെ വിഷമത്തിലെ. ഉടനെ ധനുഷ് പറഞ്ഞു, അല്ലെങ്കിൽ നീ ആലോചിക്കണ്ട, അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല എന്നതാണ് സത്യം. അങ്ങനെ ഒന്നും സംശയിക്കാൻ എനിക്കാവില്ല. കാരണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് അത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ്. പക്ഷെ ഇങ്ങനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. അവ സ്നേഹിക്കുന്നവരുടെ മനസ്സ് തിരിച്ചറിയാനും അവരുടെ വേദന തിരിച്ചറിയാനും കൂടി കഴിയണം എന്ന് ധനുഷ് അവന്തികയോട് പറയുമ്പോൾ ധനുഷിന്റെ ആ വാക്കുകളിൽ അവന്തിക അലിഞ്ഞുപോകുന്നു. അവസാനം അവന്തിക ധനുഷിനെ നോക്കി പറഞ്ഞു, സോറി, നീ എന്നോട് ക്ഷമിക്ക്. ഞാൻ എത്രത്തോളം ഒന്നും ചിന്തിക്കുകയോ അത്രയ്ക്കൊന്നും ആലോചിക്കുകയോ ചെയ്തില്ല. അതുകൊണ്ട് നീ പറഞ്ഞതുപോലെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ ശരി, നീ സ്നേഹ വിവാഹം കഴിച്ചോ, നിനക്ക് ഇഷ്ടപോലെ ഉള്ളതുപോലെയൊക്കെ നീ ചെയ്തോ.
എന്തായാലും ഒന്നിനും ഞാൻ ഈ തടസ്സവുമായി വരില്ല. പക്ഷേ അവസാന ലക്ഷ്യം, നമ്മുടെ അവസാന നേട്ടം, നീ പറഞ്ഞതുപോലെ നമ്മൾ ഒരുമിച്ചുള്ള ഒരു ജീവിതം, അത് മാത്രമാണ് എൻ്റെയും ആഗ്രഹം. അതിനുവേണ്ടി നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാനിനി ഒന്നിനും എതിരുമായി വരില്ല. സ്നേഹ വിവാഹം കഴിക്കോ, എന്ത് വേണമെങ്കിലും നിനക്ക് ഇഷ്ടമുള്ള പോലെ നീ ചെയ്തോ, ഞാനൊന്നും ചോദിക്കാനായി എത്തുന്നില്ല. എന്തായാലും നീ വേഗം അവിടേക്ക് വാ, അവിടെ എല്ലാവരും നിന്നെ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അവന്തിക ധനുഷിന്റെ അരികിൽ നിന്ന് പോകുമ്പോൾ ധനുഷ് അവന്തികയെ വീണ്ടും വിഡ്ഢിയാക്കിയതിന്റെ സന്തോഷത്തിൽ പുഞ്ചിരിയോടെ നിന്നു. അതിനുശേഷം നെല്ലിശ്ശേരിയിലെത്തി ധനുഷ് എല്ലാവരുടെയും മുന്നിൽ തമാശകളൊക്കെ പറഞ്ഞ് അവർ ആ തമാശകളെല്ലാം കേട്ട് പൊട്ടിച്ചിരിച്ചു. കുടുംബസമേതം അങ്ങനെ എല്ലാവരും തമാശകൾ കേട്ട് അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സേതുമാധവൻ ധനുഷിനോട് ചോദിച്ചത്, ആഹാ, ഇയാള് ഇത്രയ്ക്ക് രസികനായിരുന്നോ, ഇതുപോലെയൊക്കെയുള്ള തമാശകൾ ഇയാളുടെ പക്കൽ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചതും ധനുഷ് പറഞ്ഞു, ഞാനിതുവരെ നെല്ലിശ്ശേരിയിലെ വൈസ് പ്രസിഡന്റ് മാത്രമായിരുന്നല്ലോ, ഇപ്പോഴല്ലേ ഞാൻ ഈ വീട്ടിലെ ഒരു അംഗത്തെ പോലെ ആയത് എന്ന് പറഞ്ഞ് ധനുഷ് സംസാരിക്കുമ്പോൾ ഉടനെ നന്ദൻ പറഞ്ഞു, അംഗത്തെ പോലെയാണ് എന്നല്ല, അംഗം തന്നെയാണ്, അങ്ങനെ കരുതിയാൽ മതി. ഇനിയിപ്പോ ധനുഷിന്റെ മനസ്സിൽ അങ്ങനെ ഒരു അകൽച്ച എങ്കിൽ ഉടനെ തന്നെ നിങ്ങളുടെ വിവാഹ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം, എത്രയും പെട്ടെന്ന് തന്നെ. എന്താ സച്ചി എന്ന് ചോദിച്ചപ്പോ സച്ചി പറഞ്ഞു, അത് അച്ഛനും ഏട്ടനും കൂടി അങ്ങ് തീരുമാനിച്ചാൽ മതി, എനിക്ക് അതിന് സമ്മതമാണ് എന്ന് സച്ചി പറയുമ്പോ ധനുഷ് സ്നേഹയെ നോക്കി. സ്നേഹ ആ നിമിഷം തന്റെ കാര്യങ്ങളൊക്കെ താൻ ആഗ്രഹിച്ചതുപോലെ നടക്കുന്നു എന്നതിന്റെ അഹങ്കാരത്തോടെ അർച്ചനയും നോക്കി. അപ്പോഴേക്കും ധനുഷ് പറഞ്ഞു, അതെ, നന്ദസാറും സേതു സാറും കൂടി ഒരു തീരുമാനം എടുത്താൽ മതി, ഞാൻ എന്തിനും റെഡിയാണ് എന്ന് പറഞ്ഞ് ധനുഷ് അങ്ങനെ നിൽക്കുമ്പോ സേതു പറഞ്ഞു, എന്തായാലും ധനുഷ് ഇക്കാര്യങ്ങളൊക്കെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ, അച്ഛനോടും അമ്മയോടും സംസാരിച്ചല്ലോ, എന്താ അവരുടെ അഭിപ്രായം എന്ന സേതുമാധവൻ അന്വേഷിക്കുമ്പോൾ ധനുഷ് വളരെ സന്തോഷത്തോടെ പറഞ്ഞു, അവർക്ക് ഈ വാർത്ത കേട്ടതും ഒത്തിരി സന്തോഷമായി, അവർക്ക് ഇതിൽ പരം സന്തോഷം വേറെയൊന്നുമില്ല, അവര് എന്തിനും തയ്യാറായിട്ടാണ് നിൽക്കുന്നത്, അവർക്ക് യാതൊരു എതിർപ്പുമില്ല എന്ന് പറഞ്ഞപ്പോ നന്ദൻ ധനുഷിനോട് ചോദിച്ചു, അല്ല അങ്ങനെയാണെങ്കിലേ ഇടയ്ക്ക് അച്ഛനോടും അമ്മയോടും ഇങ്ങോട്ടൊന്ന് വരാൻ പറ, അപ്പോ ഉടനെ തന്നെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കാമല്ലോ, എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് കല്യാണം ഉറപ്പിക്കുകയും വിവാഹം നടത്തുകയും ചെയ്യാമല്ലോ, എന്താ വെച്ചാ എന്ന് സേതുമാധവനോട് ചോദിച്ചപ്പോ സേതുമാധവൻ പറഞ്ഞു, അതെ അത് ശരി തന്നെയാ, എന്തായാലും അവരോട് ഇവിടേക്കൊന്ന് ഇറങ്ങാൻ പറ എന്ന് പറഞ്ഞപ്പോ ഉടനെ ധനുഷ് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ അവരോട് വരാൻ പറയട്ടെ. ആ ചോദ്യം കേട്ടതും എല്ലാവരും മറുപടി പറയാനാകാൻ അങ്ങ് നിന്നപ്പോ ധനുഷ് പറഞ്ഞു, അല്ല ഞാൻ ചോദിച്ചത് എത്രയും പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ നാളെ തന്നെ ആയിക്കോട്ടെ എന്ന് ചോദിച്ചത്, അതില് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ധനുഷ് അങ്ങനെ നിൽക്കുമ്പോൾ എന്തായാലും ധനുഷ് അവരോടൊന്ന് സംസാരിച്ചു നോക്ക്, അച്ഛനോടും അമ്മയോടൊന്ന് സംസാരിക്കുക, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞതും ധനുഷ് പറഞ്ഞു, ശരി ഞാൻ ഇപ്പൊ തന്നെ അവരോട് സംസാരിക്കാം എന്ന് പറഞ്ഞ് ധനുഷ് തന്നെ മൊബൈൽ ഫോണും എടുത്തുകൊണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അവർക്ക് യാതൊരു വിയോജിപ്പോ എതിർപ്പോ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ധനുഷ് പോകുമ്പോ അർച്ചന ഈ വിവാഹം മുടക്കാനായിട്ട് യാതൊരു പോംവഴിയും ഇല്ലല്ലോ, എന്താ ചെയ്യുക എന്നുള്ള ആശങ്കയിൽ അർച്ചന നിൽക്കുമ്പോൾ ധനുഷ് വീട്ടുകാരോട് സംസാരിക്കാനായി പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ട മറുപടി ഒന്നും പറയാനോ അതൊന്നും കേട്ടു നിൽക്കാനോ താല്പര്യമില്ലാതെ അവന്തിക നേരെ റൂമിലേക്ക് പോയി. ഈ സമയത്ത് സേതുമാധവൻ നന്ദനോട് പറഞ്ഞു, അതെ നന്ദ, നാളെ ഈ വീട്ടിലുള്ള എല്ലാവരും ഇവിടെ ഉണ്ടായിരിക്കണം, നാളെ ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുകയല്ലേ, ധനുഷിന്റെ അച്ഛനമ്മമാർ വരുമ്പോ എല്ലാവരും ഈ വീട്ടിൽ കാണണം എന്ന് പറഞ്ഞു. ശരിയശ എന്ന് പറഞ്ഞ് നന്ദൻ തല കുലുക്കുമ്പോ അർച്ചന എങ്ങനെയാണ് ഇതിനെ ഒന്ന് തരണം ചെയ്യുക എന്നതിനെ കുറിച്ച് ആലോചിച്ചു. അപ്പോഴേക്കും റൂമിലേക്ക് എത്തിയ അവന്തിക ആകെ അസ്വസ്ഥയായി നിൽക്കുന്നത് കണ്ട് അരികിലേക്ക് അനഘ എത്തി. അവന്തിക അനഘയെ കണ്ടതും വളരെ ഗൗരവത്തോടെ അനഘ അരികിലേക്ക് എത്തി ചോദിച്ചു, അല്ല നിങ്ങൾക്ക് ഇപ്പോ സന്തോഷമായി കാണുമല്ലോ അല്ലെ, ഇനി എന്താ നിങ്ങളുടെ നീക്കം? അത് കേട്ടതും അവന്തിക പറഞ്ഞു, ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ എന്റെ ആഗ്രഹപ്രകാരം തന്നെയാണ്, ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അത് കേട്ട ഉടനെ അനഘ അവന്തികയോട് ചോദിച്ചു, എന്താഗ്രഹപ്രകാരം? നിങ്ങൾ ഈ ചെയ്തു കൂട്ടുന്നതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോ എന്നെ ചതിച്ചതുപോലെ മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം കൂടി ഇല്ലാതാക്കാൻ നോക്കുകയാണ് നിങ്ങൾ. അത് കേട്ട ഉടനെ അവന്തിക പറഞ്ഞു, എനിക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, എന്റെ ലക്ഷ്യത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും പിന്മാറിയിട്ടില്ല, ആരാ അങ്ങനെ പിന്മാറിയതെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ എന്ന അവന്തികയുടെ ചോദ്യം കേട്ട് അനഘ പറഞ്ഞു, ശരിയാണ്, ഞാൻ ആ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറിയത് തന്നെയാണ്, എങ്ങനെയാണ്, എന്ത് കാരണത്താലാണ് എന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ഈ വീട്ടിൽ വന്നപ്പോഴും ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയപ്പോഴും എന്റെ ചേച്ചിയോടൊപ്പം ഞാനും ഒപ്പം ഉണ്ടായിരുന്നു. അത് നമ്മളുടെ രണ്ടുപേരുടെ ലക്ഷ്യം ഒന്ന് മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ്. എന്നാൽ അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്കാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കാട്ടിയത്. നിങ്ങൾ സ്വന്തമായി
നിങ്ങളുടേതായ ഇഷ്ടങ്ങൾ കാണിച്ചു കൂട്ടി. നിങ്ങൾ നിങ്ങളുടെ കാമുകനെ ഇവിടേക്ക് വിളിച്ചു വരുത്തി ഈ കുടുംബത്തിലെ ഒരു അംഗമാക്കി. ഇപ്പോ ഈ വീട്ടിലെ ഒരു പെൺകുട്ടിയെ അവനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനായി നോക്കുന്നു. ഇതൊക്കെ ശരിയാണോ? ഇതൊക്കെ നിങ്ങളുടെ നേട്ടങ്ങൾക്ക് മാത്രം ചെയ്യുന്ന കാര്യങ്ങളല്ലേ എന്ന് അനഘ ചോദിച്ചപ്പോ അവന്തിക പറഞ്ഞു, അതെ, ഞാൻ ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത് ശരി തന്നെയാണ്. ചിലപ്പോ സ്നേഹയെ ധനുഷ് വിവാഹം കഴിക്കും. അതിനുശേഷം ധനുഷിൽ സ്നേഹയ്ക്കൊരു കുട്ടിയും ജനിച്ചേക്കും. അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. എനിക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. എൻ്റെ അച്ഛൻ ഒറ്റയൊരാൾ മാത്രമാണ്, വിനയചന്ദ്രൻ. അതാണ് എൻ്റെ അച്ഛൻ്റെ പേര്. അതുകൊണ്ട് തന്നെ ആ മനുഷ്യനെ ഇല്ലാതാക്കിയവരുടെ സർവനാശമാണ് എൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യും? എങ്ങനെ വേണമെങ്കിലും ഞാൻ മുന്നോട്ട് നീങ്ങും. ആരെ വേണമെങ്കിലും ഞാൻ കൂട്ടുപിടിക്കും. പിന്നെ ഒരു കാര്യം ഞാൻ പറയാലോ, ഈ അവന്തിക എന്ത് ചെയ്യാനായിട്ടും തയ്യാറായി നിൽക്കുകയുമാണ്. പക്ഷേ നിന്റെ കാര്യത്തിൽ ഇന്നേ വരെ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഒരേ ചോരയാണെന്ന് കരുതി ഞാൻ ചെയ്തപ്പോ ഇതുപോലെ സമയാസമയങ്ങൾ പല തീരുമാനങ്ങളും എടുക്കുന്ന നിന്റെ മുന്നിൽ ഇനി എന്റെ തീരുമാനങ്ങൾ പറയാൻ ഞാൻ തയ്യാറല്ല. കാരണം ഇനി എന്റെ നീക്കങ്ങൾ എന്താണെന്ന് മുമ്പ് ഉണ്ടായിരുന്ന എന്റെ അനുജത്തിയായിരുന്നെങ്കിൽ അന്നത്തെ പോലെ ഞാൻ നിന്നോടെല്ലാം പറഞ്ഞേനെ. പക്ഷേ ഇനിയുള്ള കാര്യങ്ങളൊക്കെ എന്റെ മനസ്സിലുള്ളത് നിന്നോട് പറയുന്നേക്കാളും ഭേദം ഞാൻ നേരിട്ട് എന്ന് അർച്ചനയോട് പറയുന്നതല്ലേ നല്ലത് എന്ന് അവന്തിക അനഘയോട് ചോദിച്ചു. ഇനി എന്തായാലും നിന്നോട് ഒരു കാര്യവും പറയാൻ ഞാൻ തയ്യാറല്ല. എന്തായാലും ഇനി നീ നോക്കിക്കോ, ഈ കുടുംബത്തുള്ള എല്ലാവരുടെയും സർവനാശം തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ അനഘ അവന്തികയെ നോക്കിയിട്ട് പറഞ്ഞു, അതെ, ഒരു കാര്യം കൂടി. അവന്തിക ഉടനെ അനഘയെ നോക്കി പറഞ്ഞു, ഒരു കാര്യം കൂടി നീ ഓർത്തു വെച്ചോ. ഞാനിവിടെ ഉള്ളവരുടെ എല്ലാവരുടെയും ജീവനെടുക്കാൻ പോകുന്ന നിമിഷത്തിൽ സ്വന്തം ചോരയാണല്ലോ എന്ന ധാരണയിൽ എന്റെ മുന്നിലേക്ക് അവരെ ഒന്നും ഇല്ലാതാക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ മുന്നിലേക്ക് വന്ന് നീ നിന്നാലുണ്ടല്ലോ, നിന്റെ കഴുത്ത് ഞാൻ വെട്ടി താഴെയിടും. ഈ തലയും ശരീരവും രണ്ടാക്കി മാറ്റിയിരിക്കും ഞാൻ എന്ന് പറയുമ്പോൾ അനഘ പറഞ്ഞു, എനിക്കറിയാം, നിങ്ങളിപ്പോ പറഞ്ഞല്ലോ ഒരമ്മയുടെ വയറ്റിൽ ജനിച്ചു പോയി എന്നുള്ള കാരണത്താലാണല്ലോ ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ദയ എനിക്ക് തന്നിരിക്കുന്നത്. എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കും, എന്റെ ജീവിതം തകർക്കാനായി നോക്കിയതുപോലെ തന്നെ മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം കൂടി തകർക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ ഞാൻ അതിനെ സമ്മതിച്ചു തരില്ല. കാരണം നിങ്ങൾ ഒറ്റയ്ക്ക് നിന്നപ്പോൾ പോലും അർച്ചനയിടത്തിയെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി ഒന്നിനും എനിക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ വിവാഹം നടക്കാതിരിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. ഒരു കാരണവശാലും ധനുഷും സ്നേഹയുമായിട്ടുള്ള വിവാഹം ഈ അനഘ നടത്തിക്കില്ല. അതുകൊണ്ട് തന്നെ ഒന്ന് നിങ്ങൾ ഓർത്തു വെച്ചു, ധനുഷും സ്നേഹയുമായിട്ടുള്ള വിവാഹം നടക്കാതിരിക്കാൻ ഞാൻ എന്തും ചെയ്യും. ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അവസാനം എല്ലാം ഞാൻ ഈ വീട്ടിലുള്ള എല്ലാവരുടെയും മുന്നിൽ വിളിച്ചു പറയും. അതിൽ ആദ്യത്തേത് അവന്തികയുടെ പരപുരുഷ ബന്ധമായിരിക്കും ഞാൻ വെളിപ്പെടുത്താൻ പോകുന്നത്. അത് കേട്ടതും അവന്തിക ഞെട്ടലോടെ നോക്കുമ്പോ ഉടനെ അനഘ പറഞ്ഞു, അതെ, പിന്നെ ഒരു കാര്യം കൂടി. അർച്ചനയിടത്തിയെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിന്ന് തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് ഇനി ഈ അനഘയും അർച്ചനയും ഒന്നിച്ചു നിൽക്കുമ്പോ ഈ വിവാഹം ഞാൻ നടക്കാൻ സമ്മതിക്കില്ല, ഇത് ഞാൻ നടത്തില്ല, നോക്കിക്കോ എന്ന് പറഞ്ഞ് അനഘ അവന്തികയെ വെല്ലുവിളിച്ചിട്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങുമ്പോ വാതുക്കൽ ഇതെല്ലാം കേട്ടു നിൽക്കുന്ന നന്ദന്റെ രൂക്ഷമായ നോട്ടം കണ്ട് അനഘ ഒന്നും മിണ്ടാനാകാതെ ആകെ സ്തംഭിച്ചിരുന്നു. അപ്പോഴേക്കും ദേഷ്യത്തോടെ നന്ദൻ അരികിലേക്ക് വന്ന് അനഘയോട് പറഞ്ഞു, അതെ, ഒറ്റ ഒരെണ്ണം നിന്റെ മുഖം തീർത്തൊന്ന് തരേണ്ടതാണ് നീ ഇപ്പൊ പറഞ്ഞ ഈ വാക്കുകൾക്ക്. പക്ഷെ ഞാനത് ചെയ്യാത്തത് നിന്നെ വളർത്തി വലുതാക്കിയത് ഈ നിൽക്കുന്ന അവന്തിക എന്ന നിന്റെ ഈ വൃത്തികെട്ട സ്വഭാവമുള്ള നിന്റെ ചേച്ചിയായിപ്പോയി. അതുകൊണ്ട് ഇവളുടെ അതേ രീതിയിലല്ലേ നീയും വളർന്നു വരൂ. അതുകൊണ്ട് നിന്നെ തല്ലിയിട്ടും യാതൊരു ഗുണവുമില്ല എന്നെനിക്കറിയാം. പിന്നെ നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. അത് കേട്ടതും അവന്തിക ഭയത്തോടെ അനഘയെ നോക്കി. ഉടനെ നന്ദൻ പറഞ്ഞു, നീ ഈ വിവാഹം മുടക്കുമെന്ന് അല്ലെ? ഈ വിവാഹം നിശ്ചയിച്ചതും തീരുമാനിച്ചതും ഈ നന്ദനാണ്. അങ്ങനെയെങ്കിൽ നീ ഇതൊന്ന് മുടക്കി കാണിക്ക്, ഞാനൊന്ന് കാണട്ടെ. അഥവാ അങ്ങനെ ഈ വിവാഹം മുടങ്ങിയാൽ ആ നിമിഷം നിങ്ങൾ ചേച്ചിയുടെയും അനുജത്തിയുടെയും ഈ വീട്ടിലെ താമസവും മുടങ്ങും, മനസ്സിലായോ എന്ന് പറഞ്ഞ് അനഘയെ വെല്ലുവിളിച്ചിട്ട് നന്ദൻ അനഘയെ നോക്കി പറഞ്ഞു, ഇറങ്ങിപ്പോടി ഇവിടുന്ന്, നീ പറഞ്ഞെല്ലാം തീർന്നെങ്കിൽ എന്ന് പറഞ്ഞ് അവന്തികയുടെ മുന്നിൽ നിന്ന് അനഘയെ നന്ദൻ ഭയപ്പെടുത്തി പറഞ്ഞയക്കുമ്പോൾ നന്ദനെ താൻ ശരിക്കും വഞ്ചിച്ചെങ്കിലും നന്ദന്റെ ഇപ്പോഴത്തെ ഈ തിരിച്ചടി, അനഘയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള നന്ദന്റെ ഈ വാക്കുകൾ, സത്യത്തിൽ അവന്തികയ്ക്ക് അതൊരു നേട്ടമാണെന്നുള്ള അഹങ്കാരത്തിൽ അവന്തിക പുഞ്ചിരിയോടെ നിൽക്കുന്നു.